ലൈഫ് എൻജോയ് ചെയ്യണം നമുക്ക് ഇങ്ങോട്ടൊക്കെ വരാം. ഈ വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നതാണ് പറയുന്നത് നമ്മുടെ സകരഭാവനം പോരായിട്ട്. ഇവിടുത്തെ ശുദ്ധീകരണ ചടങ്ങ് അഥവാ മെലൂക്കാട് ചെയ്യുന്നവരാണ് ഈ പച്ചവസ്ത്രധാരികൾ. ക്ഷേത്രത്തിനകത്തേക്ക് കടക്കാൻ സാരംഗ് മതി. എന്നാൽ ശുദ്ധീകരണ ചടങ്ങിന് പങ്കെടുക്കണമെങ്കിൽ പച്ചവസ്ത്രം തന്നെ ധരിക്കണം. ഒരു ഗ്രാമം മുഴുവനും ടൂറിസത്തിന്റെ ഭാഗമായിരിക്കുന്ന ഒരു അത്ഭുത കാഴ്ച. ഇവിടെ സഞ്ചാരികൾക്ക് വേണ്ടി കൃത്രിമമായി ഒന്നും ഉണ്ടാക്കുന്നില്ല. കളപറക്കൽ, ഞാറുനടൽ, കൊയ്ത്ത് ഇതിങ്ങനെ പതിറ്റാണ്ടുകളായി ഇവിടുത്തെ കർഷകർ ചെയ്യുന്ന ഇവരുടെ ജോലിയാണ്. ഈ ഒരു ജോലിയും ജോലി സ്ഥലവും കാണാൻ നിരവധി സഞ്ചാരികൾ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് എത്തുന്നു. ഇതല്ല യഥാർത്ഥ വില്ലേജ് ടൂറിസം. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ബാലി ട്രിപ്പിന്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ബാലിയിലെ ഒരു സാംസ്കാരിക കേന്ദ്രമായ ഉബൂദ് എന്ന സ്ഥലത്താണ്. ബാലിയിൽ വന്നിട്ട് ഇന്നേക്ക് 6ാമത്തെ ദിവസമാണ്. ട്രിപ്പ് വാലി ത്രൂള്ള ടൂർ ഇന്നലത്തോടുകൂടി കഴിഞ്ഞു. വളരെ മികച്ച സർവീസിൻ്റെ ആയിരുന്നു ട്രിപ്പ് വാലിയുടെ. 5 ദിവസത്തെ ടൂർ പാക്കേജ് ആയിരുന്നു ട്രിപ്പ് വാലി ഏജൻസി വഴി നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ ബാലിയുടെ കാഴ്ചകളുടെ വിസ്മയം കണ്ട് കൊതി തീർന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ യാത്ര 2 ദിവസത്തേക്കും കൂടി ഒന്ന് നീട്ടി. 2 ദിവസം ഇനി ബാലിയിൽ സ്വതന്ത്രമായി ചുറ്റിയടിക്കാം. ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു കുട്ടിയിലുള്ള ഹോട്ടൽ ചെക്കൗട്ട് ചെയ്ത് ഇങ്ങോട്ട് പുറപ്പെട്ടത്. കുട്ടിയിൽ നിന്ന് ഏതാണ്ട് 2 മണിക്കൂറിന്റെ യാത്രയുണ്ട് ഉബൂദിലേക്ക്. ബാലിയിൽ വളരെ ചീപ്പായി ട്രാവൽ ചെയ്യാൻ പറ്റിയ 2 കാർ ബുക്കിംഗ് ആപ്ലിക്കേഷൻസ് ആണ് ഗ്രാബും ഗോജക്കും. ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് കാറും ബുക്ക് ചെയ്യാം, ചെറിയ വഴികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബൈക്കും ബുക്ക് ചെയ്യാം. നിമിഷ നേരം കൊണ്ട് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ നമ്മളെ പിക്ക് ചെയ്യാൻ വണ്ടി എത്തും. കുട്ടിയിൽ നിന്ന് ഉബൂദിലേക്ക് 2.5 ലക്ഷം ഇന്തോനേഷ്യൻ റുപ്പീസാണ് വന്നത്, ഏതാണ്ട് 50 ദിറംസ്. ഇന്നലെ ഈവനിങ് 5 മണിയോട് കൂടി ഉബൂദിലെത്തി. Booking.com വഴിയാണ് ഈ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തത്. 102 ദിറംസ് ആണ് ഇതിൻ്റെ ഒരു ദിവസത്തെ വാടക. ഹോട്ടലെല്ലാം വളരെ ചീപ്പാണെന്നാണ് തോന്നുന്നത്. നല്ല വൃത്തിയുള്ള റൂം, മനോഹരമായിട്ട് സ്വിമ്മിംഗ് പൂളും നടക്കാനും ഇരിക്കാനുമുള്ള ധാരാളം ഔട്ടർ ഏരിയയും ഉണ്ട്. അങ്ങനെ ഹോട്ടൽ റിസോർട്ടിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം ഒന്ന് ഫ്രഷപ്പായി ഡിന്നർ കഴിക്കാനും ഉബൂദിൻ്റെ രാത്രി വൈബ് അനുഭവിച്ചറിയാനും ഉബൂദിൻ്റെ നഗരവീതിയിലേക്ക് ഇറങ്ങി. ഗ്രേബ് വഴി ബൈക്ക് ബുക്ക് ചെയ്താണ് ഇങ്ങോട്ട് വന്നത്. ഇന്ത്യൻ ഫുഡ് എന്ന ബോർഡ് വെച്ചൊരു ഹോട്ടൽ. എന്നാൽ പിന്നെ ഇന്ന് ഇവിടെ തന്നെ കൂടാം. അങ്ങനെ ഡിന്നറെല്ലാം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. സന്ധ്യ മയങ്ങുന്നതോടുകൂടി ഉബൂദിൽ വർണ്ണവിളക്കുകൾ തെളിയും. ഈ വെളിച്ചത്തിൽ ഉബൂദിൻ്റെ തെരുവുകളിലൂടെ നടക്കുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. വഴിയോരങ്ങളിലെല്ലാം തെരുവോര കച്ചവടക്കാരുടെ കടകൾ നിറഞ്ഞിരിക്കുന്നു. തുണിക്കടകൾ, ഹോട്ടലുകൾ, കഫേ, റെസ്റ്റോറൻറ്റുകൾ, കരകൗശല സാധനങ്ങൾ, ആർട്ട് ഗാലറികൾ തുടങ്ങി വലിയൊരു സജീവമായിട്ടുള്ള നൈറ്റ് മാർക്കറ്റ് തന്നെ ഇവിടെയുണ്ട്. ഉബൂദിലെ രാത്രികൾ കലയുടെയും സംസ്കാരത്തിൻ്റെയും രാത്രികളാണ്. ബാലിയുടെ പരമ്പരാഗത നൃത്തങ്ങളായ ലഗോങ്, കേച്ചക് തുടങ്ങിയ നൃത്തപരിപാടികൾ വിവിധയിടങ്ങളിൽ അരങ്ങേറുന്നുണ്ട്. അങ്ങനെ ഉബൂദിലെ രാത്രി കാഴ്ചകൾ കഴിഞ്ഞ് പുതിയൊരു ദിവസം ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സമയം രാവിലെ 8 മണി. ഇന്നലെ രാത്രി കണ്ട കാഴ്ചകൾ പകൽ വെളിച്ചത്തിലൊന്ന് കാണണം. ഉബൂദിൻ്റെ സിറ്റിയിൽ നിന്നും 3 കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ റിസോർട്ട് ഉള്ളത്. അവിടെ ബൈക്കെല്ലാം റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. 24 മണിക്കൂറിന് 1 ലക്ഷം ഇന്തോനേഷ്യൻ റുപ്പീസാണ്, ഏതാണ്ട് 22 ദിറംസ്. അങ്ങനെ ഒരു ബൈക്ക് ഞാൻ റെൻറ്റിന് എടുത്തു. ഇന്നത്തെ യാത്ര മുഴുവൻ ഇതിൽ തന്നെ പോകാമെന്ന് കരുതുന്നു. ഇന്ന് പ്രധാനമായും നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ ടകലലാങ് റൈസ് ടെറസും തീർത്ത എംബിൾ ടെമ്പിളുമാണ്. ഈ 2 സ്ഥലങ്ങൾ ഉബൂദിൻ്റെ സമീപ പ്രദേശത്തുള്ള ഏതാണ്ട് 1-2 മണിക്കൂർ ബൈക്കിൽ സഞ്ചരിച്ചാൽ എത്താവുന്ന സ്ഥലങ്ങളാണ്. ഉബൂദിൻ്റെ ഗ്രാമം ഉണർന്നു വരുന്നതേ ഉള്ളൂ. ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രാമഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ടുള്ള ഈ ബൈക്ക് റൈഡ് ഒരു പ്രത്യേക രസം തന്നെയാണ്. ഈ പ്രദേശത്ത് മലയാളികൾ ചേട്ടാ നല്ല വൈബ് ഏരിയ. അപ്പുറത്തപ്പുറത്തൊക്കെ നല്ല തെങ്ങിൻ തോപ്പുകള്, അതുപോലെ തന്നെ ചെറിയ ചെറിയ പാടങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ലൈഫ് എൻജോയ് ചെയ്യണം നമുക്ക് ഇങ്ങോട്ടൊക്കെ വരാം. നമ്മൾ ബൈക്ക് ഒരിടത്ത് പാർക്ക് ചെയ്ത് ഇന്നലെ രാത്രി കണ്ട സ്ഥലങ്ങൾ പകൽ വെളിച്ചത്തിലൊന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം രാവിലെ 8:25 ആയിട്ടുള്ളൂ. കടകളെല്ലാം തുറന്നു വരുന്നതേ ഉള്ളൂ. ആഡംബരം നിറഞ്ഞ സ്ഥലങ്ങളല്ല, പക്ഷേ വൃത്തിയും വെടുപ്പുണ്ട്. പച്ചവിരിച്ച തണലൊരുക്കുന്ന മരങ്ങളും ബാലിയുടെ പൈതൃക ശില്പങ്ങളും എല്ലാം ചേരുമ്പോൾ നല്ല ശാന്തതയുള്ള പഴമയുടെ ഒരു ആഠ്യത്വം നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും ബാലിയുടെ സാംസ്കാരിക നഗരമായാണ് ഉബൂദ് അറിയപ്പെടുന്നത്. ശില്പകല, ചിത്രകല, നൃത്തം തുടങ്ങി ധാരാളം ആർട്ടുകളുടെ നാട്. ഇന്നലെ രാത്രി ഈ തെരുവിലൂടെ നടന്നപ്പോൾ ശരിക്കും മറ്റൊരു അനുഭവമായിരുന്നു. നമ്മളങ്ങനെ ബൈക്ക് എടുത്ത് ഉബൂദിൻ്റെ ഗ്രാമവീതിയിലൂടെ സഞ്ചാരം ആരംഭിച്ചിരിക്കുകയാണ്. ടകലലാങ് റൈസ് ടെറസ് കാണാനാണ് ആദ്യം പോകുന്നത്. കേരളത്തിൽ നിന്ന് എത്തുന്നവർക്ക് ഈ കാഴ്ചകളിൽ വലിയൊരു ആശ്ചര്യം തോന്നണമെന്നില്ല.
കാരണം നമ്മുടെ നാട്ടിലെ പാലക്കാടൊക്കെ പോയാൽ കാണാൻ പറ്റുന്ന തരത്തിലുള്ള പച്ചപ്പും നെൽവയലുകളെല്ലാം നിറഞ്ഞ ഒരു ഗ്രാമാന്തരീക്ഷം. അങ്ങിങ്ങായി ഇടയ്ക്ക് കടന്നു വരുന്ന ക്ഷേത്ര മതിൽക്കെട്ടുകൾ കാണുമ്പോൾ മാത്രമാണ് ഇത് ബാലിയാണെന്ന് ഓർമ്മിക്കുക. ഇന്തോനേഷ്യ ഒരു ദ്വീപ സമൂഹമായിട്ടുള്ള രാജ്യമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 10,000-ൽ പരം ദ്വീപുകളുണ്ട് ഈ രാജ്യത്ത്. അതിലൊന്നു മാത്രമാണ് ബാലി ദ്വീപ്. ഭൂമധ്യരേഖയ്ക്ക് താഴെയാണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. 4 ടൈം സോണുകളുണ്ട്. ലോകത്തിലെ ഏറ്റവും അധികം മുസ്ലിംസുകൾ താമസിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്തോനേഷ്യ. എന്നാൽ ബാലി ദ്വീപിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളാണ്. 1950 കാലഘട്ടത്തിലാണ് പ്രശസ്ത നോവലിസ്റ്റും സഞ്ചാര സാഹിത്യകാരനുമായ എസ്.കെ. പൊറ്റക്കാട് ബാലദ്വീപ് സന്ദർശിക്കുന്നത്. പിന്നീട് ഇറങ്ങിയ അദ്ദേഹത്തിന്റെ തന്നെ കൃതിയായ ബാലദ്വീപ് എന്ന യാത്രാവിവരണത്തിലൂടെയാണ് മലയാളികൾ ബാലിയെക്കുറിച്ച് അറിയുന്നത്. എന്നാൽ ഇന്നത്തെ ന്യൂജൻ തലമുറകൾക്കിടയിൽ ബാലി ഇത്ര പ്രസിദ്ധമായത് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ്. ഒരു വൈദേശിന്റെ ഒരൊറ്റ ഡ്രോൺ ഷോട്ടാണ് ബാലിയിലേക്ക് ഇത്രയധികം അസാധാരണമായ രീതിയിൽ ഞാൻ അടക്കമുള്ള സഞ്ചാരികളെ എത്തിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താന്ത്രിക വിദ്യകളും മന്ത്രവാദവും ആഭിചാരവും വെടിവിദ്യകൾക്കെല്ലാം പേര് കേട്ട ഒരു നാട് എന്നാണ് എസ്.കെ. പൊറ്റക്കാടിന്റെ അന്നത്തെ യാത്രാനുഭവത്തിൽ പരാമർശിക്കുന്നത്. ഇന്നിപ്പോൾ മെഡിറ്റേഷൻ, യോഗ പോലുള്ള വിദ്യകൾക്കാണ് ഇവിടെ കൂടുതൽ പ്രചാരം. നമ്മളിപ്പോൾ ഉബുദിൽ നിന്നും ഏതാണ്ട് 10 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ച് ടഗലാലാങ് റൈസ് ടെറസിൽ എത്തിയിരിക്കുകയാണ്. 50,000 ഇന്തോനേഷ്യൻ റുപ്പീസാണ് ടിക്കറ്റ് നിരക്ക്, ഏതാണ്ട് 11 ദിറംസ്. നമ്മളങ്ങനെ ടിക്കറ്റ് എല്ലാം എടുത്ത് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഒരു പാർക്കിലേക്ക് പ്രവേശിക്കുന്ന പോലെയാണ് ഒരുക്കിയിരിക്കുന്നത്. വലിയൊരു നെൽവയലാണത്. ഇങ്ങോട്ട് കടക്കാൻ നിരവധി കവാടങ്ങൾ പല ഭാഗത്തുണ്ട്. ചിലയിടത്തെല്ലാം ഉടുമ്പ് പോലുള്ള ജീവികളെല്ലാം പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചയായ മലഞ്ചരവിലെ തട്ടുതട്ടായിട്ടുള്ള നെൽകൃഷി. ബാലിയിലേക്ക് ഏറ്റവും അധികം സഞ്ചാരികൾ എത്തുന്ന മുഴുവനും ഈ പച്ചപ്പണിഞ്ഞ നെൽവയലിന്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ്. പക്ഷേ നമ്മൾ വന്ന സമയം ശരിയായില്ല. ഇപ്പോൾ ഇവിടെ കൊയ്ത്ത് കഴിഞ്ഞ സമയമാണ്. അതുകൊണ്ട് തന്നെ വേണ്ടത്ര പച്ചപ്പ് ഇപ്പോൾ ഇല്ല. കൊയ്ത്ത് കഴിഞ്ഞ കണ്ടെത്തൽ കർഷകർ അടുത്ത കൃഷിക്ക് വേണ്ടി നിലമെല്ലാം ഉഴുതു ഒരുക്കുകയാണ്. ഇതിന്റെ ശരിക്കുള്ള കാഴ്ച ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുള്ള സഞ്ചാരികൾ എടുത്ത ചില ഷോട്ടുകൾ ഞാൻ കാണിക്കാം. നൂറ്റാണ്ടുകളായി ബാലിയിലെ കർഷകർ പിന്തുടരുന്ന സുബാക്ക് എന്ന ജലസേചന രീതിയിലൂടെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഓരോ കണ്ടത്തിലും വെള്ളം നിറയുകയും എന്നാൽ ബാക്കിയുള്ള വെള്ളം താഴത്തുള്ള കണ്ടത്തിലേക്ക് ഒഴുകുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ. ഈ ഒരു പൈതൃകം കണക്കെടുത്ത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലും ടഗലാലാങ് റൈസ് ടെറസ് ഇടം പിടിച്ചിട്ടുണ്ട്. സിപ്പിംഗ്, എഡ്ജ് സിംഗ് പോലുള്ള ചെറിയ സാഹസിക വിനോദങ്ങളും സഞ്ചാരികൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരു ഗ്രാമം മുഴുവനും ടൂറിസത്തിന്റെ ഭാഗമായിരിക്കുന്ന ഒരു അത്ഭുത കാഴ്ച. ഇവിടെ സഞ്ചാരികൾക്ക് വേണ്ടി കൃത്രിമമായി ഒന്നും ഉണ്ടാക്കുന്നില്ല. കളവറക്കൽ, ഞാറുനടൽ, കൊയ്ത്ത് ഇതിങ്ങനെ പതിറ്റാണ്ടുകളായി ഇവിടുത്തെ കർഷകർ ചെയ്യുന്ന ഇവരുടെ ജോലിയാണ്. ഈ ഒരു ജോലിയും ജോലിസ്ഥലവും കാണാൻ നിരവധി സഞ്ചാരികൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് എത്തുന്നു. ഇതെല്ലാം യഥാർത്ഥ വില്ലേജ് ടൂറിസം. നമ്മുടെ കുട്ടനാടിനും പാലക്കാടിനും എല്ലാം മാതൃകയാക്കാൻ പറ്റിയ ടൂറിസമാണ് ഉബുദിൽ. ഇവിടുത്തെ തട്ടായിട്ടുള്ള കൃഷിയെ റൈസ് ടെറസ് ഫാമിംഗ് എന്നാണ് വിളിക്കുന്നത്. ഈ റൈസ് ടെറസ് ഫാമിംഗ് വലിയ ടൂറിസം ഹബ്ബായപ്പോൾ നിരവധി ഹോട്ടലുകൾ, റിസോർട്ടുകളെല്ലാം ഇതിൻ്റെ പല ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. അതിരാവിലെ സൂര്യോദയ സമയത്താണ് ഇതിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് കാണാൻ കഴിയുക. സാധാരണ നമ്മുടെ നാട്ടിലെ മലയോര മേഖലയിലെ കൃഷികൾ റബ്ബർ, കുരുമുളക്, കശുവണ്ടി, ജാതി, തേയില ഇതൊക്കെയാണ്. നെൽകൃഷിക്കൊന്നും ഒട്ടും അനുയോജ്യമായിട്ടുള്ള സാഹചര്യമല്ല മലയോര മേഖലകൾ. എന്നാൽ സാഹചര്യമല്ല, നമ്മുടെ ആവശ്യകതയും ഉൾക്കാഴ്ചയുമാണ് പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കി മാറ്റുമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ബാലിയിലെ ജനത. മലഞ്ചെരുവിൽ നെൽകൃഷി ചെയ്യാമെന്ന് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഇവിടെ. ഞാൻ ഇതിനു മുമ്പ് യൂട്യൂബിൽ കണ്ട കാഴ്ചകൾ പോലെയല്ല ഇപ്പോൾ ഇവിടെ. കൊയ്ത്ത് കഴിഞ്ഞ കാരണമാണ് ഇവിടെ ഇച്ചിരി അഭംഗിയായിട്ട് കിടക്കുന്നത്. എൻ്റെ നിരാശ ഇവിടെയുള്ള ഒരു തദ്ദേശീയനോട് ഞാൻ അറിയിച്ചു. ആ ചേട്ടൻ പറഞ്ഞു കുറച്ചപ്പുറത്ത് കൊയ്ത്ത് നടക്കുന്നേ ഉള്ളൂ എന്ന്. ഞാനിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വഴിയരികിൽ ഒരു കോഫി കുടിക്കാൻ കയറി. ഇവിടെ നിന്നും കുഴപ്പമില്ലാത്തൊരു നല്ലൊരു വ്യൂ നമുക്ക് കാണാം. ഇത് ഞാൻ ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറിയ ഒരു സാധാരണ ഹോട്ടലിൻ്റെ പിറകുവശമാണ്. ടൂറിസം എന്താണെന്ന് പഠിക്കാൻ മന്ത്രിമാർ കോടികൾ പഠിച്ച് 5 നക്ഷത്ര ഹോട്ടലുകളിൽ അന്തി ഉറങ്ങിയിട്ട് എന്ത് കാര്യം? ഇങ്ങോട്ട് വരൂ, ഇതൊക്കെയല്ലേ കാണേണ്ടതും പഠിക്കേണ്ടതും. ഒരു സാധാരണ ഹോട്ടലിൻ്റെ പിറകുവശം പോലും എത്ര കലാപരമായിട്ടാണ് സഞ്ചാരികൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നോക്കിയത്. നമ്മളങ്ങനെ നെൽവയലിൻ്റെ കാഴ്ചകളെ കണ്ടുകൊണ്ട് യാത്ര വീണ്ടും പുറപ്പെടുകയാണ്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് തീർത്ഥ എംബുൾ ടെമ്പിളിലേക്കാണ്. ഇവിടെ നിന്ന് 35 മിനിറ്റിൻ്റെ ബൈക്ക് യാത്ര ഉണ്ടെന്ന് ഗൂഗിൾ മാപ്പ് പറയുന്നു. ഉബുദിൻ്റെ സമീപ പ്രദേശമായ മനുക്കസിയ എന്ന സ്ഥലത്താണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. സോ ഗൈസ്, ഇപ്പോൾ ഇതാണ് തീർത്ഥ എംബുൾ എന്ന് പറഞ്ഞിട്ട് ടെമ്പിൾ. ഇപ്പോൾ ഇവിടുത്തെ ഒരു ഐതിഹ്യപ്രകാരം ഇവിടുത്തെ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സകല പാപങ്ങളും ഇല്ലാണ്ടാവും എന്നാണ് പറഞ്ഞത്. സോ നമ്മളപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്.
നമ്മളങ്ങനെ ടിക്കറ്റ് എല്ലാം എടുത്ത് അകത്തേക്ക് നടക്കുകയാണ്. പഴമയുടെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. വലിയൊരു കോമ്പൗണ്ട് ഉണ്ട് അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്ത്. ഇവിടുത്തെ ടിക്കറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിനേഴ്സിന് 75,000 രൂപ, പിന്നെ ഇവിടുത്തെ ലോക്കൽസിന് 50,000 ഇൻഡോനേഷ്യൻ റുപ്പിയാണ് വരുന്നത് കോസ്റ്റ്. അപ്പം ഞാൻ ഫോറിനറായി. നമ്മളങ്ങനെ ഫോറിനറായിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ 75,000 ഇൻഡോനേഷ്യൻ രൂപ കൊടുത്തിട്ട് ഒരു കുട നിവർത്തി പിടിച്ച പോലെ ചുറ്റിലും ശിഖരങ്ങളുള്ള വലിയൊരു മരം. വർഷങ്ങളുടെ പഴക്കമുണ്ടാവും ഈ മരത്തിന്. നമ്മുടെ ഡ്രസ്സിട്ട് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അതിനുവേണ്ടി ബാലിനീസുകളിലെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു മുണ്ട് കൊടുക്കണം. അതെല്ലാം ഫ്രീ ആയിട്ട് ഇവിടെ നിന്ന് തന്നെ തരും. ഒരു വല്യപ്പൻ എനിക്ക് മുണ്ട് ഉടുപ്പിച്ചു തന്നു. ഒരു പ്രത്യേക ശൈലിയിലാണ് ഇവിടുത്തെ മുണ്ടുടുക്കൽ. മുണ്ടിൻ്റെ ഒരു ഭാഗം വള്ളി പോലെയാക്കി വയറിന് മുകളിലോട്ടൊരു കെട്ട്. സരോങ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. എന്തായാലും നമ്മുടെ കേരള മുണ്ട് പോലെയല്ല. ഇത് വേണമെന്ന് വെച്ചാലും അഴിക്കാൻ ഇച്ചിരി പാടാ. മുണ്ടെല്ലാം കൊടുത്ത് ഞാനങ്ങനെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. തീർത്ഥ എംബോൾ ക്ഷേത്രം ബാലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പുണ്യവുമായിട്ടുള്ള ഹൈന്ദവ ക്ഷേത്രമാണ്. വിശുദ്ധ ജലത്തിന്റെ ഉറവ എന്നാണ് തീർത്ഥ എംബോളിന്റെ അർത്ഥം. വിശുദ്ധ ഉറവയിൽ നിന്നും വരുന്ന പുണ്യജലം ശുദ്ധീകരണത്തിനായി ഉപയോഗിക്കുന്നു. ഈ ജലത്തിന് രോഗശാന്തി നൽകാനും മനുഷ്യരുടെ ദുരിതങ്ങൾ മാറ്റാനും ശക്തിയുണ്ടെന്നാണ് ഈ നാട്ടുകാർ വിശ്വസിക്കുന്നത്. ഈ നാട്ടുകാർ മാത്രമല്ല കേട്ടോ, നിരവധി വിദേശ സഞ്ചാരികളും ഇവിടുത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം അറിഞ്ഞെത്തുന്നവരുണ്ട്. ഇതാണ് ഇവിടുത്തെ തീർത്ഥക്കുളം. 13ഓളം പുഷ്പണികളുണ്ട് ഇവിടെ. വെള്ളം വരുന്ന ആ ഓവനിയാണ് പുഷ്പണി എന്ന് വിളിക്കുന്നത്. പുഷ്പണിയിലൂടെ വരുന്ന പുണ്യജലത്തെ മുങ്ങി നിവരുകയാണ് ഇവിടുത്തെ ചടങ്ങ്. മുങ്ങിപ്പൊങ്ങുന്നതിലൂടെ മുൻകാല സകല പാപങ്ങളും മാറി പുതിയൊരു ജീവിതം ആരംഭിക്കുന്നു. ചിലർ രോഗശാന്തിക്കും ദുരിതങ്ങൾ മാറാനും മുങ്ങുന്നുണ്ട്. ഈ വെള്ളത്തിൽ മുങ്ങി കുളിക്കണം എന്നാണ് പറയുന്നത് നമ്മുടെ സകല പാപങ്ങളും പോരായിട്ട്. പക്ഷെ എൻ്റെ കയ്യിൽ മൊത്തം ബാഗും സാധനങ്ങളൊക്കെയാണ്. എങ്ങനെ മുങ്ങി കുളിക്കുന്ന അറിയില്ല. എന്തായാലും പോയി നോക്കി വെക്കട്ടെ പറ്റുമെന്ന്. ഇവിടുത്തെ ശുദ്ധീകരണ ചടങ്ങ് അഥവാ മെലൂക്കാട് ചെയ്യുന്നവരാണ് ഈ പച്ചവസ്ത്രധാരികൾ. ക്ഷേത്രത്തിനകത്തേക്ക് കടക്കാൻ സാരംഗ് മതി. എന്നാൽ ശുദ്ധീകരണ ചടങ്ങിന് പങ്കെടുക്കണമെങ്കിൽ പച്ചവസ്ത്രം തന്നെ ധരിക്കണം. നമ്മൾ കൗണ്ടറിൽ രജിസ്റ്റർ ചെയ്യുന്ന മുറയ്ക്ക് ഓരോ പൂജാരിമാരുടെ നേതൃത്വത്തിലായിരിക്കും നമ്മുടെ പൂജകളും കർമ്മങ്ങളെല്ലാം നടത്തുക. ഈ വെളുത്ത ആളുകളും ഭൂരിഭാഗവും ഓസ്ട്രേലിയക്കാരും ന്യൂസിലാൻഡുകാരും ജപ്പാൻകാരുമാണ്. മറ്റുള്ളവരുടെ അമിതമായ വിശ്വാസങ്ങളെ ട്രോളുന്ന ഒരു പതിവ് നമ്മുടെ നാട്ടിലെ പുതിയ തലമുറകൾക്കിടയിലുണ്ട്. അത്തരം ആളുകൾ അറിയുക, നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്തിൻ്റെ എല്ലായിടത്തുള്ള മനുഷ്യരും ഇങ്ങനെ കുറേ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും മുറുകെ പിടിക്കുന്നവരാണ്. നമ്മുടെ നാട്ടിലും ഇത്തരം അവസരങ്ങൾ ഒരുക്കിയാൽ വിശ്വാസികൾ അവിടെയും എത്തും. ഇതും വലിയ സാധ്യതയുള്ള ഒരു ടൂറിസമാണ്, സ്പിരിച്വൽ ടൂറിസം. നമ്മുടെ നാട്ടിൽ ഇതിനപ്പുറമുള്ള പാപമോചന ആചാരങ്ങൾ ഉള്ളതിനാലും ഈ ജന്മത്തിൽ വലിയ പാപങ്ങളൊന്നും ചെയ്യാത്തതിനാലും തൽക്കാലം ഞാൻ മുങ്ങുന്നില്ല. കൈയും കാലം മുഖം കഴി ചെറിയൊരു ശുദ്ധീകരണം നടത്തി ക്ഷേത്രത്തിന്റെ മറ്റു ഭാഗത്തേക്ക് നടക്കുകയാണ്. 1000 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണിത്. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരുടെ പ്രതിഷ്ഠകളുമുണ്ട്. അകത്ത് നിറച്ചും ശില്പകലകൾ കാണാം. ക്ഷേത്രം കാണാൻ വരുന്ന സഞ്ചാരികൾ മുഴുവനും ഇവിടുത്തെ ആചാരങ്ങളെല്ലാം വളരെ കൗതുകത്തോടെ നോക്കി കാണുകയാണ്. മൊബൈലിൽ ഇതെല്ലാം ചിത്രീകരിക്കുന്നതും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും പള്ളിയിലോ ക്ഷേത്രത്തിലോ ഇങ്ങനെ പറ്റുമോ? വിശ്വാസങ്ങളെ പേരും പറഞ്ഞിട്ടുള്ള അത്ര ഇടുങ്ങിയ ചിന്താഗതികളെല്ലാം മാറേണ്ട സമയമായി. ഇവിടെ തന്നെ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ കാണുന്നവർക്ക് ഇത് അതിശയവും ഇത് നേരിൽ കാണാൻ വേണ്ടി ഇവിടെ വരണമെന്ന് തോന്നുകയല്ലേ ഉണ്ടാവുക. അങ്ങനെയല്ലേ ഓരോ നാടും അവിടുത്തെ ആചാരങ്ങളെല്ലാം ലോക പ്രചാരത്തിലേക്ക് എത്തുന്നത്. ഇപ്പം ഞാൻ തന്നെ ഇവിടെ വരാനുള്ള കാരണം എനിക്ക് മുമ്പ് ആരോ എടുത്തൊരു വീഡിയോ ഒക്കെ ആയിരിക്കാം. ആ വീഡിയോയിലൂടെ ഈ സ്ഥലത്തിനെ കുറിച്ച് അറിഞ്ഞും ഇവിടുത്തെ ആചാരങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ടൊക്കെ ആയിരിക്കാം ഈ സ്ഥലം നേരിൽ കാണാൻ വേണ്ടി ഇവിടെ പല സഞ്ചാരികളും എത്തുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലെ ആളുകളും സങ്കുചിതമായിട്ടുള്ള ഇത്തരം ചിന്താഗതികളിലൊക്കെ മയപ്പെടുത്തി സഞ്ചാരികൾക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുള്ള അവസരം കൊടുക്കണമെന്നാണ് ഒരു സഞ്ചാരികൾ എന്ന നിലയ്ക്ക് നമ്മുടെ ഒരു സജഷൻ. നമ്മളങ്ങനെ ക്ഷേത്ര മന്ദിരക്കെട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഒരു കുളമുണ്ട്. ഈ കുളത്തിൽ നിന്നാണ് ഉറവ് വരുന്നതെന്ന് തോന്നുന്നു. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഈ ഉറവിലെ ജലം ഒഴുക്കിയാണ് പുഷ്പണിയിൽ എത്തുന്നത്. എന്തൊരു അത്ഭുതമായിട്ടുള്ള കാഴ്ചയാണെന്ന് നോക്കിയാൽ. ഒരു നല്ല ഭക്തിപൂർവമായിട്ടുള്ളൊരു ദിവസം. ഇതിനകത്തുണ്ടല്ലോ ഭയങ്കര ഒരു വൈബ്രേഷണൽ എനർജി ഇതിനകത്ത് നമുക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്.
ഇവിടുത്തെ കാഴ്ചയെല്ലാം കണ്ട് ഞാനിങ്ങനെ നടക്കുകയാണ്. ഇവിടെ മറ്റൊരു ബ്ലോക്കിൽ മീൻ കുളമുണ്ട്. കംപ്ലീറ്റ് ഗോൾഡ് ഫിഷുകളും വേറെ എന്താ ഫിഷുകളും. ഗോൾഡ് ഫിഷ് ഇത്ര വലിപ്പമാവൂല്ലേ? കണ്ടാ നോക്കിയാൽ എന്തൊരു വലിപ്പമുള്ള നോക്കിയാൽ. നമ്മളിൽ നിന്ന് മീനുകൾ എൻ്റെ എക്സ്പെക്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ പൊന്നു മീനുകളെ നമ്മുടെ ഒന്നുമില്ല. ഗണപതി, ബുദ്ധൻ, അങ്ങനെ ധാരാളം ചെറിയ ചെറിയ സ്കൾപ്ചർ പ്രതിമകൾ നമുക്കിവിടെ കാണാം. ഇവിടുത്തെ 5000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ മീനുകൾക്ക് തീറ്റ വാങ്ങിച്ചു കൊടുക്കാം. എന്താ ഞാനൊരു 2 തീറ്റ 10,000 രൂപയ്ക്ക് തീറ്റ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീനുകൾക്ക് കൊടുക്കാം. കാരണം മീനുകൾ നമ്മൾ നേരത്തെ കുറച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ കുറച്ച് ആ സൈഡിലെ മീനുകൾക്ക് കൊടുക്കാം. നമ്മൾ നേരത്തെ പോയപ്പോൾ നമ്മളിൽ നിന്ന് ഇവിടുത്തെ മീനിൽ കുറച്ച് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഭാഗത്ത് നമ്മൾ കുറേ കൊടുത്ത് അവിടെ മീനുകളുണ്ട്. ഇനി ഇവിടുത്തെ മീനുകൾക്ക് കൊടുക്കാൻ പോകണം കേസ് നമ്മൾ. അയ്യോ എനിക്ക് ഇപ്പോൾ ഇവിടെ മീനുകളൊക്കെ നിറയും കേട്ടോ. എനിക്ക് അവിടെ നിന്നൊക്കെ മീനുകളൊക്കെ ഒഴുകി വരുന്നുണ്ട് ഇപ്പോൾ. ഫിനിഷ്. സോ ഗൈസ് നമ്മളിപ്പോൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് തീർത്ഥ എമ്പിൾ ടെമ്പിളിലെ കാഴ്ചയും വിശേഷങ്ങളൊക്കെ ആയിരുന്നു. സോ ഇന്നത്തെ ബാലിയിലെ കാഴ്ച നമ്മളിവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. 4 ബാലിയിലെ മറ്റു കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.